സുഹൃത്തുക്കളെ, എനിക്ക് ലോകത്തെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ കണ്ണൂരിനെ കുറിച്ച് അറിയാം നല്ലതുപോലെ. ഒരുപക്ഷെ ഈ സദസ്സിലുള്ള ഏതൊരെക്കാളും ജാസ്തി അതിന് കാരണം എനിക്ക് അത്രമാത്രം അനുഭവമുണ്ട് നിങ്ങളെല്ലാവരേക്കാളും. അതിനും കാരണം എൻ്റെ വയസ്സിൻ്റെ അടുക്കലെത്തുന്ന ഒരാളും ഈ സദസ്സിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് പ്രമോദ് പറഞ്ഞു. ഇന്ത്യയിൽ അത് പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല. പ്രമോദ് പറയുമ്പോഴും ഞാൻ പറയാം. പ്രമോദ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു കാലത്ത് പണ്ഡിറ്റ് വകാർനാഥ് ഠാക്കൂർ എന്ന പേരിൽ മഹാനായ ഒരു സംഗീതജ്ഞനുണ്ടായി. നമ്മുടെ മലയാളിയായ എൻ രാജത്തിന്റെ ഗുരുദാസൻ. ഠാക്കൂർജിയുടെ കച്ചേരികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും പുകഴുപ്പേറ്റ വളരെ വലിയൊരു സംഗീതജ്ഞനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഭരണാധികാരി സാക്ഷാൽ ഇറ്റലിയിലെ മുസോളിനിയുടെ സേവകന്മാർ അവരെ മുസോളിനിയുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണെന്ന് വെച്ചാൽ മുസോളിനിക്ക് വിട്ടുമാറാത്ത തലവേദനയും പനിയും ഉണ്ടായിരുന്നു. സകല പാശ്ചാത്യ ബിഷപ്പുരന്മാരും ചികിത്സയ്ക്കിട്ടും അതിന് യാതൊരു ഭേദവും വന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സംഗീതജ്ഞനുണ്ട്. ആളുകൾ മുസോളിനിയുടെ ശിഷ്യന്മാർ കിങ്കരന്മാർ വകാർനാഥ്ജിയെ സമീപിച്ചു. അദ്ദേഹം പോയി പാടി ഒരൊറ്റ പാട്ട്. ഇത് ചരിത്രമാണ്, കേട്ട് കേൾവിയല്ല. മുസോളിനിക്ക് പിന്നീട് തലവേദനയും വന്നിട്ടില്ല, വിട്ടുമാറാത്ത പനിയും ഉണ്ടായിട്ടില്ല. വകാർനാഥ്ജിയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രസക്തമായ കാരണവുമുണ്ട്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു ധീര ദേശാഭിമാനിയും ആയിരുന്നു. അദ്ദേഹം ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട പാട്ടുകാരുണ്ടായിരുന്നു. പഴയ കാലത്തെ AICC മീറ്റിംഗുകൾ നടത്തിയിരുന്നത് വകാർനാഥ്ജിയുടെ എന്റെ ശബ്ദം കേട്ടിട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. പഴയ കാലത്ത് AICCയുടെ വാർഷിക യോഗങ്ങൾ കൂടുമ്പോൾ വകാർനാഥ്ജിയുടെ വന്ദേ മാതരത്തോടു കൂടിയാണ് തുടങ്ങുക. കൂടുതൽ പറയാൻ ധാരാളമുണ്ട്, ഞാൻ പറയുന്നില്ല. ഇനി കണ്ണൂരിന്റെ, ഞാൻ ലോകത്തിന്റെ പറയുന്നില്ല, കണ്ണൂരിന്റെ സംഗീത പൈതൃകത്തെ കുറിച്ച് ഞാൻ പറയാം.
നവരാത്രി കാലത്ത് ഇന്ത്യ മുഴുവൻ പല പല പേരുകളിൽ ആഘോഷമുണ്ടായിരിക്കും. ബംഗാളിൽ പൂജ, അവർ പൂജ എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ദീപാവലി, കർണാടകത്തിൽ ദസറ, ഇന്ത്യ മുഴുവനുമുണ്ട്. പക്ഷേ വ്യത്യസ്ത നാമങ്ങളിലാണ് എന്ന് മാത്രം. കണ്ണൂരിൽ എൻ്റെ കുട്ടിക്കാലത്ത് നവരാത്രി കാലം ഒരു ഉത്സവം തന്നെയായിരിക്കും. കണ്ണൂർ ടൗൺ മുഴുവൻ ഒരു ദേവലോകമായി മാറിയിട്ടുണ്ടാകും. ഇവിടുത്തെ ഈ നവരാത്രി ആഘോഷം മുഴുവൻ നടത്തിയിരുന്നത് കണ്ണൂരിലെ കോവിലുകളായിരുന്നു. അതിശുദ്ധമായ സംഗീതത്തിന്റെ നാദം വീതികൾ കണ്ണൂരിൽ അലയടിക്കുന്നുണ്ടാവും അക്കാലത്ത്. അതിൽ ഒന്നാമത് വരുന്നത് മുനീശ്വരൻ കോവിലാണ്. കൃഷ്ണൻ കോവിലും മറ്റു കോവിലുകളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാറ്റിനെയും പിന്തള്ളിയിലാക്കി മുന്നേറിയത് പിള്ളയ ഈ കോവിലായിരുന്നു. അന്ന് 9 ദിവസം 10 ദിവസം അവിടെ സംഗീതത്തിന്റെ പെരുമഴയാണ്. കണ്ണൂർ ടൗണിൽ ഈ ദിവസങ്ങൾ മുഴുവൻ ഗതാഗതം നിരത്തുകളിലൂടെ കാറും ബസ്സും ഓടിക്കുകയില്ല, ഓടിക്കാൻ കഴിയുകയുമില്ല. അത്രക്കും ആൾക്കൂട്ടമാണ്, അത്രക്കും ആൾക്കൂട്ടമാണ്. ഞാൻ ലോക പ്രശസ്തരായ സംഗീതജ്ഞരുടെ കച്ചേരികൾ ഞാൻ അടിമലയിട്ട് പറയുന്നു. ലോക പ്രശസ്തരായ സംഗീതജ്ഞരുടെ കച്ചേരികൾ ഈ മുനീശ്വരൻകോവിലിന്റെ മുമ്പിൽ നിന്ന് കേട്ടിട്ടുണ്ട്. മുനീശ്വരൻകോവിലിൽ പാടുവാൻ കഴിയുക നവരാത്രി കാലത്ത് എന്നത് ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. അന്ന് ഇത് മുഴുവനും അതിനു വേണ്ട സംഗീതജ്ഞരെ കൊണ്ടുവരും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് മുഴുവൻ നിർവഹിക്കുന്നത് ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം വേണമെങ്കിൽ പറയാം ജീവിച്ചത് ഒരു ചുമട്ട് തൊഴിലാളിയായിട്ടാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം രോഗാതുരനായി ഒരുതരം അനാഥമായ മട്ടിലായിരുന്നു. പേര് കായ്ത്തോൽ വാസു. ഞാനൊരിക്കൽ എഴുതിയിട്ടുണ്ട്, വാസുവെ ആദരിക്കണം, അദ്ദേഹത്തെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ. മൈസൂരിൽ നിന്നും മദിരാശിയിൽ നിന്നും പ്രശസ്തനായ ഗായകനെ പക്കവാദ്യക്കാരെ കൊണ്ടുവന്നത് വാസുവായിരുന്നു. വാസുവിന്റെ സംഗീതം അവന്റെ ജീവവായു ആയിരുന്നു. അവസാനം ജീവിച്ചിരുന്നത് പിള്ളയാർകോവിലിന്റെ പെൺമയിലായി.
ഇനി കൂടുതലായിട്ട് ആ വിഷയം പറയുന്നു. ഈ പഴയ കാലവും പുതിയ കാലവും പതുക്കെ പതുക്കെ കണ്ണൂരിന്റെ പ്രതാപം കുറഞ്ഞു വന്നു. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അതിൽ ഞാൻ തീർത്തും സത്യസന്ധമായും അതേസമയം അഭിമാനത്തോടും കൂടി പറയുന്നു, നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ മോഹൻ ഇവിടെ സത്യമാണ്. കണ്ണൂരിനെ ഈ കാലത്ത് കേവലം സംഗീതം മാത്രമല്ല, മറ്റ് പല പല കലാരൂപങ്ങളും സമ്പുഷ്ടമാക്കിയത് മോഹനാണ്. ഇനി ഞാൻ അദ്ദേഹത്തോട് മറ്റൊരു അഭ്യർത്ഥന പറയുന്നു. ശ്രീമതി ഇന്ദിരയാണ് ഇപ്പോഴത്തെ മേയർ. അവർ മേയറായതിന് ശേഷം വരുന്ന ദയവായി എല്ലാ സഹായങ്ങളും നിങ്ങളത് സ്വീകരിക്കുകയും വേണം. മോഹനന്റെ കാലത്തുള്ള പരിപാടികൾ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പരിപാടികൾ മാത്രമല്ല, അതിൻ്റെ സജ്ജീകരണങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. എനിക്ക് ഇന്ന് 97 98 കടക്കാൻ പോവുകയാണ്. 98 അപ്പോൾ നിങ്ങൾ കുറിച്ച് മുനീശ്വരൻ കോവിലിൽ കണ്ട ദൃശ്യങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. പി വിശ്വനാഥൻ പാലക്കാട്ടുകാരനാണ്. കർണാട്ടിക് സംഗീതത്തിൽ മുടിചൂട മന്നനായിരുന്നു വിശ്വനാഥൻ. മരിച്ചുപോയി. വിശ്വനാഥന്റെ ആദ്യത്തെ കളരി ഈ മുനീശ്വരൻ കോവിൽ ആയിരുന്നു. എല്ലാവരും വിശ്വനാഥന്റെ കച്ചേരി വളരെ ചെറിയ പയ്യനാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചൈൽഡ് പ്രോഡിജി. അദ്ദേഹം സംഗീതത്തിന്റെ കളരിയാക്കി സ്വീകരിച്ചത് മുനീശ്വരൻ കോവിലിലെ നവരാത്രി കാലമായി. അദ്ദേഹത്തിന്റെ അമ്മയുടെ അച്ഛൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വാർഡറായിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സംഗീത ഗുരുനാഥൻ മാക്കുനി നീലകണ്ഠൻ ഭാഗവതനായി. ഗുരുസ്മരണ വിശ്വനാഥന്റെ ഗുരുനാഥൻ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു. മാക്കുനി നീലകണ്ഠൻ ഭാഗവതയുടെ അനുജൻ കൃഷ്ണൻ നായരുടെ മകളാണ് എൻ്റെ അമ്മ. അതുകൊണ്ടായിരിക്കാം എനിക്ക് സംഗീതത്തിൽ എന്തെങ്കിലും ഇനി മറ്റൊന്ന് നാദസ്വരം. അത് പിള്ള മാത്രം വായിക്കുന്ന ഒരു സംഗീത ഉപകരണമാണ്. പിള്ളമാർ മാത്രം. ഏത് കർണാട്ടിക് സംഗീത വിദഗ്ധനും ആശിക്കുന്ന ഒരു പദവിയാണ് മദ്രാസിലെ മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി എന്ന
ബിരുദം കിട്ടുന്നത്. ആ ബിരുദം മിക്കപ്പോഴും പിള്ളമാർക്ക് തന്നെയായിരുന്നു. അവരുടെ കുത്തകയാണ് നാമസ്വരം. ഒരു മുസ്ലിം മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പട്ടം വാങ്ങി. അയാൾ നാദസ്വര വിദഗ്ധനായി. എത്രയോ കൊല്ലം അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് ചിന്നമൗലാന. എത്രയോ കൊല്ലം അദ്ദേഹം കണ്ണൂരിൽ നവരാത്രി കാലത്ത് ബ്രിട്ടീഷർക്ക് പോയി നിന്ന് അവിടെ ക്ഷേത്രത്തിലെ വിമാനത്തിന്റെ മുമ്പിൽ ചാമരം പണി ചെയ്തത് അയാളുടെ ഒപ്പം അയാളുടെ അനുജത്തിയും ഉണ്ടായിരുന്നു. പാടുന്നതിന് ഞാൻ സാക്ഷിയാണ്. ഇനിയും ധാരാളം ഉണ്ടാകും. നിങ്ങളുടെ അസൗകര്യവും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ ശ്വാസം കിട്ടാതെയാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്വാസം കിട്ടാതെ. അതുകൊണ്ട് ഏതായാലും ഈ തുടക്കം നിങ്ങളുടെ തുടക്കം നന്നാവട്ടെ. എല്ലാം വളരെ ഭംഗിയായി കലാശിക്കട്ടെ. നമ്മൾ തലപ്പറമ്പിലെ സ്വാമി സംഗീതത്തിന് വേണ്ടി ഒഴുകി വെച്ച ഒരു ജീവിതത്തിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്. സമയം വളരെ കുറവാണ് നമ്മുടെ മുന്നിലുള്ളത്. നേരിട്ട് ആദര ചടങ്ങിലേക്ക് കടക്കുകയാണ്. റോഷനെ വിളിച്ചിട്ടുണ്ട്, റോഷനെ സ്വാഗതിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കണ്ണൂരിന്റെ MLA പപ്പാണ്ടിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ മനസ്സിനോർമ്മയുള്ള പഴയ കാലത്ത് നവരാത്രി ആഘോഷം കണ്ണൂർ ദസറ എന്ന പേര് വീണ്ടും അത് കൊണ്ടുവരുവാനും ജനലക്ഷങ്ങളെ അതിലേക്ക് ആകർഷിക്കുവാനും ആനന്ദ നൃത്തം പഠിപ്പിക്കുവാനും യോഗമോഹന് കണ്ണൂരിൽ സാധിച്ചിട്ടുണ്ട്. അത് പപ്പട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴത്തെ മേയർ നമ്മുടെ അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ്. അടുത്ത വർഷം ഏറ്റവും ഗംഭീരമായി നടത്താൻ അവർക്കും സാധിക്കട്ടെ. കണ്ണൂരിൽ നഷ്ടപ്പെട്ടു പോയ ആ നവരാത്രി പ്രതാപം നമുക്കൊരു ടീം വർക്കിലൂടെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന ഈ ലോക സംഗീത ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി അതിനെ സഹായിക്കാമെന്നൊരു പ്രതിജ്ഞ എടുക്കാം. ഒന്നാമതായി ടി.ഒ. മോഹനെ ആദരിക്കുന്നതിനായി നമ്മുടെ സംഗീത സഭയുടെ ആദരവ് നൽകുന്നതിനായി മൊമെന്റോ സമർപ്പണമാണ്. അത് പപ്പാട്ട ടി.ഒ. മോഹൻ MLAക്ക് സമ്മാനിക്കും. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൂരിന്റെ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ണൂർ കോർപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.